നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. മോദിജിയുടെ നോട്ടു പരിഷ്കാരം കൊണ്ട് വയറ്റത്തടിക്കപ്പെട്ട കേരളം ഇന്ന് സമരങ്ങളുടെ ചൂടിലാണ്. LDFിന്റെ ഹർത്താലും UDFിന്റെ രാജ്ഭവൻ മാർച്ചുമൊക്കെയായി കട്ടക്കലിപ്പിലാണ് കേരളം. LDFിന്റെ ഹർത്താൽ അതിൻ്റെ വഴിക്കും UDFിന്റെ രാജ്ഭവൻ മാർച്ച് പെരുവഴിക്കും നടന്നു. നേതാക്കൾ കൂട്ടത്തോടെ വന്ന് കുത്തിയിരിപ്പ് സമരം നടത്തി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു രാജ്ഭവൻ സമരമുറ. അറസ്റ്റൊക്കെ ഒരു കോമഡിയായി കണ്ടുകൊണ്ട് സമരം രസിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ നേതാക്കളുടെ തള്ളായിരുന്നു. ഒത്തിരി ബാക്കോടുന്നോ ഒരു പൊടി ഇല്ല വെറും തള്ളി ഒത്തിരി ബാക്കോട് നിൽക്ക് ഒരു പൊടി ബാക്കോടുക്ക് ഭയങ്കര തള്ളായി. അല്ല ഞാൻ ക്യാമറ ഇവരോട് ഡിമോണിറ്റൈസേഷനിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം എല്ലായിടത്തും പ്രകടമാണ്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം തകരാറിലായിരിക്കുന്നു. ജനങ്ങൾ അഭിമുഖീകരിക്കാൻ മടിക്കാതെ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ മടിച്ചുകൊണ്ട് പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകാതെ കുറ്റവാളിയെ പോലെ ജനപ്രതിഷേധത്തിന് ഇരയായി നരേന്ദ്രമോദി നിൽക്കുന്നു. മോദിജിയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ 2 വാക്ക് ചോദിക്കാമായിരുന്നു എന്നും പറഞ്ഞാണ് നമ്മുടെ മുനീർ സാഹിബ് സമരത്തിന് വന്നത്. പക്ഷേ മോദിജി റേഡിയോയിൽ കയറി ഒളിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന സമയത്തും BJPയുടെ കല്യാണങ്ങൾ മാമാങ്കമായി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട ജനങ്ങൾ 25,000 പിൻവലിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങളുടെ റെഡ്ഡിയുടെ കല്യാണത്തിന് 500 കോടി എവിടെ നിന്ന് പിൻവലിച്ചു എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി വേണം. നരേന്ദ്രമോദി പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്നില്ല. ഇവിടെ നിന്ന് പോയിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളെ അഭിമുഖീകരിക്കുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. അദ്ദേഹം ആദ്യം അഭിമുഖീകരിക്കുന്നത് റേഡിയോയും ടെലിവിഷനെയുമാണ്. കാരണം അതിൽ ആർക്കും ഒന്നും തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നില്ല. തിരിച്ചു ചോദിക്കാൻ സാധിക്കാത്ത സ്ഥലത്തെ നരേന്ദ്രമോദി സംസാരിക്കുകയുള്ളൂ. മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിന്റെ അറസ്റ്റിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന കാഴ്ച അതീവ ഹൃദയഭേദകമായിരുന്നു. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. ഈ പോലീസ് അല്ലെങ്കിലും ഇങ്ങനെയാണ്, വെറും തൊട്ടാവാടികളാണ്. തങ്ങൾ അറസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല. അവസാനം സുധീരൻജിക്ക് പോലീസിനെ വിളിച്ചു വരുത്തി ചെന്നിത്തലാജിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. എന്തൊക്കെ കഷ്ടപ്പാടാണ്. സെറ്റപ്പ് സമരം ഇവിടെ തീരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം അനിൽ അക്കരയുടെ വക സെറ്റിട്ട ഒരു ഗംഭീര സമരം കാണാം. വടക്കാഞ്ചേരി പീഡന വിഷയം നല്ല സ്കോപ്പുള്ള വിഷയമാണെന്ന് കണ്ടെത്തി അപ്രദേശത്തെ MLA ആയ അനിൽ അക്കരെ സൂപ്പർ ഒരു തിരക്കഥ റെഡിയാക്കി നല്ല ഒരു ഷോ ചെയ്ത് ഫേമസ് ആവാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന മാർച്ചിൽ തന്നെ പോലീസ് കുനിച്ചു നിർത്തി കൂമ്പിനടിച്ചു എന്നാണ് അനിൽ അക്കരെ പറയുന്നത്. എന്തായാലും ക്രൂരമായിപ്പോയി. യുവജന കോൺഗ്രസുകാരുടെ സെറ്റിടാനുള്ള കഴിവിനെ പറ്റി ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമ കാണിച്ചു തന്നിട്ടുണ്ട്. സിനിമയല്ലേ, അല്പം അതിശയോക്തിയൊക്കെ കാണുമല്ലോ എന്ന് ചിന്തിച്ച നമുക്ക് തെറ്റിപ്പോയി.
സിനിമയിലെ ഐമനം സിദ്ധാർത്ഥനെ വെല്ലുന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ച് അനിൽ അക്കരെ MLA നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഉന്നതരായ CPM നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ മനഃപൂർവ്വം അനിൽ അക്കരെ MLAയെ ചാർജ് ചെയ്ത. അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാരെ മർദ്ദിക്കുന്നത് കണ്ട് അത് തടയാൻ ചെന്ന അനിൽ അക്കരെ MLAയെ വളരെ മൃഗീയമായിട്ടാണ് പോലീസ് തല്ലിച്ചത്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? എന്തെന്നാ നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിക്കാരി ചുറ്റടേ. MLA ആണെന്ന് അറിഞ്ഞിട്ട് CPM നേതാക്കന്മാർ പറഞ്ഞു കൊടുത്ത അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി കൈ തല്ലി ഒടിച്ച് ഇത്രയും ഭീകരമായ ഒരു മർദ്ദനം ഒരു ജനപ്രതിനിധിക്ക് നേരെ നടന്നത് ആദ്യം. അനിൽ അക്കരെ വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ പുക്കാറൊക്കെ ഉണ്ടായത്. എന്നാൽ യുവതിയുടെ പേര് വെളിപ്പെടുത്താൻ തനിക്ക് നിയമപരമായ അവകാശമുണ്ടെന്നാണ് അനിൽ അക്കരെ പറയുന്നത്. അതെന്തൊരു നിയമമാണോ എന്തോ. ഞാൻ പ്രധാനമായും മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് പറഞ്ഞത് 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഇന്ന് രാവിലെ പത്രങ്ങൾ വായിച്ചപ്പോഴാണ് ഞാൻ തൃശ്ശൂർ DCC ഓഫീസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PM മാധവൻ്റെ കൂടെ നടത്തിയ പത്രസമ്മേളനത്തിൽ വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ യുവതിയുടെ പേര് പരാമർശത്തിൻ്റെ ഭാഗമായി എൻ്റെ പേരിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു എന്നുള്ള വാർത്ത കാണുന്നത്. ഈ വാർത്ത സത്യസന്ധമാണ്, കേരളത്തിലെ പത്രപ്രവർത്തകർ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനത്തിന് തയ്യാറായത്. പ്രിൻ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് 3 കാര്യങ്ങളിൽ 3 സാഹചര്യത്തിൽ ഇതിന് ഇളവുകളുണ്ട്. ഇതൊരു സന്ദർഭമാണ്. എനിക്ക് അവരുടെ പേര് ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാനുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയും ഉപയോഗിക്കാനുള്ള 228A ആക്ട് അനുസരിച്ച് എഴുതി തന്നിട്ടില്ല. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. എന്തായാലും തനിക്ക് മാത്രമുള്ള പൗരാവകാശം വിനിയോഗിച്ചതിന് പോലീസ് അദ്ദേഹത്തെ തല്ലിച്ചതച്ച് വലിയ കഷ്ടമായിപ്പോയി. പക്ഷേ ഇന്ന് ഈ കാണിച്ച സെറ്റിടലിന് പാർട്ടിയിൽ നിന്ന് അർഹമായ പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അതിന് കാരണമുണ്ട്. പ്ലാസ്റ്ററും പഞ്ഞിയും വാരിക്കെട്ടി അനിൽ അക്കരെ ആശുപത്രിയിൽ കിടപ്പുറപ്പിച്ച ഉടനെ തന്നെ സുധീരൻ ജി നൊമ്പരത്തിൽ സാന്ത്വനം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട്. താൻ ഈ കല്യാണ പെണ്ണിനെ പോലെ പിന്നിൽ കുണിങ്ങി കണ്ട എന്റെ കൂടെ ഒപ്പം നിൽക്ക്. എവിടെ? അവിടെ. അവനല്ലേ ഇവനാ? ഓഹോ, പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞ്. കാല് വലിയ കുഴപ്പമില്ല, സാമാന്യം നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൈക്ക് കിട്ടൊന്നുമില്ലല്ലോ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെങ്കി. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു. ഇതിന്റെ അടിക്കുറിപ്പ്: പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ കണ്ട് വെള്ളിക്കാല പൊട്ടിക്കരയുന്നു. ശ്രീ വെള്ളിക്കാല. ഇപ്പൊ ഇത് 2 മതി. സന്ദർശനം നടത്തിയ അനിൽ അക്കരയേക്കാൾ സുധീരൻ ജി സ്കോർ ചെയ്തോ എന്നൊരു സംശയവും ഇല്ലാതില്ല. കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ, അഭിനയപാടവം കൂടുന്തോറും നേട്ടവും കൂടും. നോട്ട് പിൻവലിക്കലിന്റെ പിറ്റേന്ന് മോദിജിയെ വാനോളം പൊക്കിയ PC ജോർജ് സാറിന് ഇപ്പോഴാണത്രേ ഒരു വെളിവൊക്കെ വന്നത്. മോദിജിയെ ചുമന്നിട്ട് ഇപ്പോൾ ആകെ നാറ്റക്കേസായെന്ന് ടിയാന് മനസ്സിലായത്രേ. അതുകൊണ്ട് ഇനി മോദിയെ നാറ്റിക്കാനാണ് പരിപാടി. ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട്, ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നോട്ടിനെ മരവിപ്പിച്ചിനെ സ്വാഗതം ചെയ്തയാളാണ്. ഞാൻ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മഹാനായ AK ആന്റണി മുതൽ വളരെയധികം ആളുകൾ അങ്ങനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം നിരാശരാക്കി, എന്നെയും നിരാശരാക്കി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിരാശയുടെ വാക്കുകൾ പറഞ്ഞു തോന്നുന്ന മാനസികലയാണ്. ഇവിടുത്തെ സഹകരണ മേഖലയെ തകർക്കുക, ഇതാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം. അത് ഉത്തരേന്ത്യൻ മുതലാളിത്തവുമായിട്ടുള്ള ഗൂഢാലോചനയുടെ പരിണത ഫലമാണ്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ കാർഷിക മേഖലയെ തകർക്കാൻ വേണ്ടി സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള നയം. ബാങ്കിങ്ങിന് അധികാരം ഇല്ലെന്നാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഒരു നയം. 8 കൊല്ലമായി വഴക്ക് തുടങ്ങിയിട്ട്. ഇപ്പോൾ നോട്ട് മരവിപ്പിക്കൽ വന്നപ്പം അതിനിടയിലൂടെ നമ്മുടെ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായി എതിർപ്പുണ്ട്. പക്ഷേ PC-യുടെ വർത്തമാനം കേട്ടപ്പോൾ കേട്ടിരുന്ന പത്രക്കാർക്ക് മുടിഞ്ഞ സംശയം, ശരിക്കും ഈ PC ആരുടെ സൈഡാണെന്ന്. ഇപ്പോഴും ഞാൻ അഭിപ്രായത്തിലാണ് ഇപ്പോഴും ഞാൻ അഭിപ്രായത്തിലാന്നേ. അതിനെന്താ തർക്കം? നമ്മൾ വ്യത്യാസത്തുള്ളൂ. ഞാൻ സത്യം പറയുന്നു, നിങ്ങൾ എന്നെ സത്യത്തിൽ നിന്നും വ്യതിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. ഇനി സമരം നടത്തുന്ന LDF-ന് ഒരു ഉപദേശമാണ്.
പൂഞ്ഞാറിലൊക്കെ PC നടത്തുന്ന സമരമാർഗങ്ങൾ അവലംബിക്കണം എന്നാണ് ഒരു ഉപദേശം. ഈ കേരളത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിയാൽ മോദിക്ക് എന്താ? ഇന്ത്യയിലെ പാർലമെന്റിലെ MP-മാർ മുഴുവൻ കൂടെ ചെന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഉലകം ചുറ്റും ബാലിബൻ പ്ലെയിനിൽ കയറി സ്ഥലം വിടുന്ന മോദിക്ക് ഈ കേരളത്തിൽ വണ്ടി ഓടില്ല, അങ്ങേർക്ക് തന്നെ ആശുപത്രി നടന്നില്ല, അങ്ങേർക്ക് തന്നെ നഷ്ടം. പ്രതിഷേധാരികളെ പോയി ആ ഡൽഹിയിൽ ചെന്നിട്ട് അയാളെ കാക്കൽ വല്ലതും ചെയ്യണം, അല്ല ഇവിടെ മുഴുവൻ അടച്ചിട്ട് കൊണ്ട് അയക്ക് വല്ല ഗുണമുണ്ട്. സമ്മതിക്കല്ലേ അങ്ങോട്ട് ആളുടെ ഞാൻ ആഫീസിന് പിന്നെ പോയിരിക്കണം പാർലമെന്റിന്റെ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ MLA മലകട പോവാം, അവിടെ പോയി കുത്തിയിരിക്കാം, എല്ലാവരും നിരാകാരം ഇരിക്കുക. നിരാകാരം ഇരുന്നാൽ കുറേ എണ്ണം സ്വർഗത്തിൽ പോകും, അത് വേറെ കാര്യം. എന്നാലും ഇനി ഒരു പാട്ട് കേട്ട് നമുക്ക് സംപൂജ്യരാകാം. പാടുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി മുനീർ സാഹിബാണ്.